ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്ന് നമ്മൾ കൂർക്ക വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. കൂർക്ക എളുപ്പത്തിൽ തൊലി കളയാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു നെറ്റിൻ്റെ കവറിലേക്ക് കൂർക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 500 ഗ്രാം കൂർക്ക ഉണ്ടാവും. അതിന് ഈ ചെറിയ കവർ മതിയാവും. പണ്ടൊക്കെ ചാക്കിലിട്ട് കെട്ടി അടിക്കാറാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ ഒരു രീതി കാണിക്കുകയാണ്. നമ്മൾ എടുക്കുന്ന കവറിൻ്റെ 1/4 ഭാഗത്തോളം മാത്രമേ കൂർക്ക ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി ഒരു റഫായിട്ടുള്ള പ്രതലത്തിലിട്ടിട്ട് ഇതിനൊന്ന് അടിച്ചുരച്ച് വൃത്തിയാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ അമ്മിക്കല്ലിലിട്ടിട്ടാണ് ഉരക്കുന്നത്. അമ്മിക്കല്ലില്ലാത്തവർക്ക് വേറെ ഏതെങ്കിലും റഫായിട്ടുള്ള സ്ഥലം കണ്ടെത്താം. ഇടയ്ക്ക് മെല്ലെ ഒന്ന് അടിച്ചു കൊടുക്കണേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള സമയം ഇതല്ല. അതൊക്കെ നമുക്ക് പൊറാട്ടക്ക് മാവ് കുഴക്കുമ്പോഴാക്കാം. ഇതിപ്പോൾ കൂർക്കക്ക് വേദനാവാത്ത വിധത്തിൽ അടിച്ചാൽ മതി. ഇങ്ങനെ ഉരക്കുമ്പോൾ കുറച്ച് ശക്തിയൊക്കെ പ്രയോഗിക്കാം, എന്നാലല്ലേ തൊലി ഇളകി പോരുള്ളൂ. ഇതിപ്പോൾ ഞാൻ ആകെ ഒരു 2 മിനിറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അടിക്കലും ഉരക്കലൊക്കെ ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് കുറേ സമയം ഞാൻ ചെയ്തു എന്ന്. ആകെ 2 മിനിറ്റ് നേരത്തെ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഏകദേശം തൊലിയൊക്കെ പോന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വെള്ളത്തിലിട്ട് നോക്കിയാലേ അറിയുള്ളൂ എന്തായിന്ന്. അപ്പോൾ ഞാനിതിനൊന്ന് വെള്ളത്തിലിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതാ ഒരുപാട് തൊലിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ കഴിയുമ്പോൾ തന്നെ കിടക്കുന്നുണ്ട്. അത് ഞാൻ കത്തി കൊണ്ടൊന്ന് വൃത്തിയാക്കേണ്ടി വരും. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം കഷ്ണങ്ങളാക്കണം. ആ സമയത്ത് ബാക്കിയുള്ള തൊലി കൂടി കളഞ്ഞെടുക്കാം. അങ്ങനെ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പൊട്ടാറ്റോ ഒക്കെ മുറിക്കുമ്പോൾ കഷ്ണങ്ങളാക്കി വെച്ചാൽ കളറ് മാറൂലേ, അതേപോലെ തന്നെ കൂർക്കയും പെട്ടെന്ന് കളറ് മാറും കേട്ടോ. അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്. ഇത് കണ്ടില്ലേ, ഇതൊന്നും ഇതിൻ്റെ തൊലിയല്ല, കളറ് മാറിപ്പോയതാണ്. എൻ്റെ അടുത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ തൊലി ഉരിഞ്ഞു പോയ കൂർക്കേൻ്റെ കളറ് മാറിയതാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ കളറ് മാറിയെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിനി മസാലപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ മൊത്തത്തിലൊരു ബ്രൗണിഷ് കളറായിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ കൂർക്ക ഉണ്ടാവുക. പിന്നെ കൂർക്ക വൃത്തിയാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടണം കേട്ടോ. ഞാനത് മറന്നിരുന്നു. അതുകൊണ്ടാണ് ഇതാ എൻ്റെ കയ്യിലൊക്കെ കണ്ടില്ലേ കറുത്ത കളറായിട്ടുണ്ട്. അത് സാരമില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ പോയിക്കോളും. ഇപ്പോൾ ഞാൻ കുക്കറിലേക്ക് കൂർക്ക ഇട്ട് കൊടുത്തതാണ്. വെള്ളമൊക്കെ കളഞ്ഞു. പിന്നെ അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകം പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പില പിച്ചിക്കീറിയതും കൂടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലായതുകൊണ്ട് അധികം വെള്ളമൊന്നും വേണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. 2 വിസിൽ വരെ വേവിച്ചപ്പോൾ അത് ആ പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരല്പം വെള്ളം ബാക്കിയുണ്ട്. നമ്മളിനി വറവിട്ടെടുക്കുമ്പോൾ ആ വെള്ളം കൂടി വറ്റിച്ചെടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് പപ്പടം പൊരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് വറവിടണത്. ഒരു 4 വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, കഷ്ണങ്ങളാക്കിയത്. സാധാരണ എല്ലാവരും ചുവന്നുള്ളിയും ഉണക്കമുളകും കൂടി ചതച്ചിട്ടല്ലേ വറവിടുക. ഇപ്പോൾ ഞാൻ കൂർക്കൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചുവന്നുള്ളിക്ക് പകരം വെളുത്തുള്ളിയാണ് ഇട്ടത് എണ്ണയിലേക്ക്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടു. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ മസാലപ്പൊടികളൊക്കെ നമ്മൾ നേരത്തെ ചേർത്തിരുന്നല്ലോ കൂർക്ക വേവിക്കുമ്പോൾ, അതുകൊണ്ട് അതിൻ്റെ എരിവൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇതിനെ ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ്. നമ്മൾ 2 വിസിൽ വരെ വേവിച്ചതുകൊണ്ട് അധികം അങ്ങോട്ട് വെന്തിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് വെന്ത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ വെറൈറ്റി ടേസ്റ്റുള്ള ഈ മെഴുക്ക് പുരട്ടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം.